നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മത്സരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ നോമിനേഷനുള്ള മത്സരം. കാരണം ഞാനാണ് കൂടുതൽ പറയേണ്ടത്, അല്ലെങ്കിൽ ഇന്നാളാണ് കൂടുതൽ മത്സരിക്കുകയായിരുന്നു. അനീഷിനെയും അനുമോളെയും പേരെടുത്ത് പറയാൻ വേണ്ടിയും ബാക്കി മത്സരാർത്ഥികളും കറക്റ്റ് പറഞ്ഞാൽ ഭയങ്കര മത്സരം തന്നെ നടക്കുകയായിരുന്നു. എനിക്കാണ് കുറച്ചുകൂടി കൂടുതൽ പറയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയും വരെ എന്ന വാശിയിലായിരുന്നു അവരെല്ലാവരും മത്സരിച്ചിരുന്നത്. അക്ബർ കലക്കി. അക്ബർ ഗർജിക്കുകയായിരുന്നു ശരിക്കും. അക്ബർ ശരിക്കും പറയുന്നത് ഇത്രയും 10-70 ദിവസത്തിന് മേലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇരുന്ന അക്ബർ ഇന്ന് വരെ ഈ രീതിയിൽ ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടില്ല. അത്രയും ഭയങ്കര ഗർജനം. ഇതേപോലത്തെ അക്ബറാണെങ്കിൽ ചിലപ്പം ബിഗ് ബോസിൻ്റെ കപ്പടിച്ചും കൊണ്ട് പോകും. അത്രയും സ്ട്രോങ് ആയിരുന്നു. പറഞ്ഞാൽ എന്താ ഡയലോഗ്. നമ്മൾ സിനിമയിലൊക്കെ മമ്മൂട്ടി മോഹൻലാലും പറയും പോലെ ഒന്നല്ല. നമ്മുടെ രജനീകാന്ത് അതുപോലെ ഉള്ള തമിഴിലെ ആൾക്കാരുണ്ടല്ലോ, അവരെക്കാളൊക്കെ ടോപ്പ് അമ്മമാരുള്ളത്. കാണാതെ പഠിച്ചാണോ ഇനി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് അറിയില്ല. അത്രയും വലിയ ഡയലോഗായിരുന്നു. അനുവും അനീഷും ഇപ്പോൾ ജയിലിൽ ആണല്ലോ. ജയിലിലേക്ക് യാത്രയാക്കാൻ വേണ്ടി പോകുന്നത് സാബുമോനാണ്. സാബുമോനും അനുവും തമ്മിൽ സൂപ്പർ അടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആര്യനും അക്ബറും പറയുന്നത് മാത്രമാണോ നേരിടുന്നത്, നിനക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമല്ലേ എന്തൊക്കെയോ പറയുന്നതെന്ന അനുവിൻ്റെ വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര അടി. അപ്പം സാബുമോൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് അപ്പോൾ നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇതിനു മുമ്പ് ജയിലിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ അവിടെ ഒരു ബോട്ടലിൻ്റെ പ്രശ്നത്തിനായിരുന്നു അടി. ഭയങ്കര അടി തന്നെ. എല്ലാവരും അക്ബറും പറയുന്നുണ്ട്, പിന്നെ ഈ അനു എന്ന് പറഞ്ഞ സാധനം ഇത്രയും വേസ്റ്റ് ഒരു സാധനം ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരം ഇന്നത്തെ ഒരു യുദ്ധ മുഖത്ത് നിൽക്കുന്ന പ്രതീതിയായിരുന്നു. പുതിയ അപ്ഡേറ്റുമായി ഉടനെ വരും. അതുവരെ കാത്തിരിക്കുക. താങ്ക്